നോക്കൂ, ഇപ്പം നമുക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ് ദേശീയ സമ്മേളനത്തിൽ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഇനിയിപ്പോൾ ഈ ചർച്ചയിൽ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പാർട്ടി പൂർണ്ണമായിട്ടും പിണറായി വിജയന് അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ കേസ്. അതിൽ ഒരു പ്രതിനിധി തന്നെ പറയുകയുണ്ടായി, അതിലൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ പറയുകയുണ്ടായി, ആർക്കെതിരെയാണോ കേസ് വന്നത് അവർ കേസ് നടത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ്. അപ്പോൾ പാർട്ടിയിൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായിട്ട്, പാർട്ടിയെക്കാളും വലിയൊരു നേതാവായിട്ട് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വഴി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നത്. നോക്കൂ, നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ SFI ചാർജ് ചെയ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് മായി കുറ്റപത്രം സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് ആ മേഖലയിൽപ്പെട്ട അന്വേഷണ ഏജൻസികൾ സ്വാഭാവികമായിട്ടും അതിൽ കടന്നു വരികയും അതിന് അന്വേഷണം ഉണ്ടാവുകയും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായി കടന്നു വരികയും അതിൻ്റെ അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്നത് സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ കാണും. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പാർട്ടി CPM ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അത് ആ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അത് അവിടെ തീരുമെന്നാണ്. പക്ഷേ നോക്കൂ, ഈ മാസപ്പടി നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് SFI പുറത്തുവിടുന്ന വിവരങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് രണ്ട് കമ്പനികൾ മാത്രമല്ല, ഇതിൽ നിരവധിയായ കമ്പനികൾ ഇതിൽ ഇടപെട്ടതായിട്ടുള്ള ഒരു കണക്കുകളാണ് പുറത്തു വരുന്നത്. എംപവർ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് കർത്തയും കർത്തയുടെ ഭാര്യയും കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുമായി വഴിയാണ് സാമ്പത്തികം വീണ വിജയന്റെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അവർ എന്തിനാണ് കൊടുത്തത്? അവർക്ക് എന്ത് സേവനമാണ് അവർ കൊടുത്തത്? അങ്ങനെ പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്തയുടെ മരുമകന് ഒരു 13 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതും മറ്റ് പല കമ്പനികളും വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ CMRLന്റെ കമ്മീഷൻ എന്തിനാണ് അതുവഴി കൊടുക്കപ്പെടുന്നത്? അപ്പോൾ ഇങ്ങനെ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക വിക്രയങ്ങളിൽ നടത്തിയിട്ടുള്ള അട്ടിമറി അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ അട്ടിമറി നടത്തിയിട്ടുള്ളത്, ആ അട്ടിമറിയെയാണ് SFI പുറത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായി ഡൽഹി ഹൈക്കോടതിക്ക് മനസ്സിലാവുകയും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിക്ക് മനസ്സിലാവുകയും കർണാടക ഹൈക്കോടതി ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് പോയപ്പോൾ അത് കോടതി നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും SFI കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പം കർണാടക ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി 2-3 ദിവസത്തിനകത്ത് അതിൻ്റെ വിധിയും വരും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ നടക്കുന്ന പുരോഗതി നടക്കുന്ന സമയത്തും മുഖ്യമന്ത്രി ഇതേ കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ പാർട്ടി ഇതേ കോൺഫിഡൻസോടുകൂടി ഈ പറയണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം.